എങ്ങനെയുണ്ടായിരുന്നു ബേസിൽ ജോസഫ് പ്രൊഡക്ഷൻ? ആക്കിയതാണല്ലേ, ആക്കിയ പോലെയാണ്. വളരെ ചീപ്പ് പ്രൊഡക്ഷൻ. എന്താ അങ്ങനെ പറയുന്നേ? ഞങ്ങള് ഫ്ലാസ്കിൽ ചായ ഒക്കെ കൊണ്ടുവരുമായിരുന്നു വീട്ടിൽ നിന്ന്. പൊതിച്ചോറ് ഒന്നും തന്നില്ല, ഒരു ചായ പോലും. ആ മുണ്ട് ഷർട്ടൊക്കെ എന്റെയാ. നിർത്തി അവമാനിക്കുവാണെന്ന്. അന്നേരം ഞാൻ ഈ കോമഡി പറഞ്ഞപ്പോ നിങ്ങളൊക്കെ എന്നെ പുച്ഛിച്ച് കളിയാക്കി. തെറ്റാണോ? എന്ത് കോമഡിയാണോ അതെന്ന്. ഇപ്പൊ വന്നിരുന്ന് പബ്ലിക്കായിട്ട് എന്റെ കോമഡി എടുത്ത് അടിക്കുന്നു. അല്ല, അതിന് പുച്ഛത്തിന് കുറവൊന്നുമില്ല. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. ആക്ടർ ലൈഫ് നല്ലായിരുന്നടി. ഒന്ന് ഈ പറഞ്ഞ പോലെ ഞാൻ പ്രൊഡക്ഷൻ്റെതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ കാരവനൊക്കെ ഇച്ചിരി മോശമായിരുന്നു. ഒരു സൈഡ് നല്ലതല്ലായിരുന്നു കേട്ടോ. ഒരു സൈഡ് അത് കോ പ്രൊഡക്ഷൻ്റെ ആയിരുന്നു. ശരിയാണ്, ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല. ഹെൽപ്പ് ചെയ്യും എല്ലാ കാര്യങ്ങളിലും. അപ്പൊ അങ്ങനെ വേറെ ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വിനീത് ഷാൻ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് അത് നേരിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയത്? ഓ, അതൊക്കെ അറിയാലേ. പിന്നെ ഇന്റേണൽ ചെറിയ പ്രശ്നങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കണോ, വാ തുറന്നു. അവര് തമ്മിൽ ചെറിയ ഈഗോ ക്ലാഷസും കാര്യങ്ങളൊക്കെ. നിനക്ക് ഇതിൽ എന്ത് സുഖം കിട്ടുന്നത്? അതായത് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോ വിനീതിന് അത്ര പിടിക്കുന്നില്ല. നമുക്ക് പുറത്തു പറയാൻ അല്ലേ? ഇറ്റ്സ് ദേർ. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. പ്രൊഡ്യൂസർ പറയൂ, എങ്ങനെയുണ്ടായി ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്? അത് ആ ഒരു ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോ ഒക്കെ സെറ്റ് ആയിരുന്നു ഇവര്? സെറ്റ് ഇട്ടിട്ടല്ലായിരുന്നു. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ബാഡ് ജോക്ക്. നിങ്ങൾ പറയണതിന്റെ അത്ര ഒന്നും മോശമല്ല. അതിൽ ഞാൻ വിയോജിക്കുന്നു. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എന്താണെന്ന് വെച്ചാൽ പോസ്റ്റർ കാണുമ്പോൾ ഓക്കെ, വിനീത് ശ്രീനിവാസൻ പ്രതീക്ഷ, ടൊവിനോ തോമസ് പ്രതീക്ഷ, ബേസിൽ ജോസഫ് പ്രതീക്ഷ, ഷാൻ റഹ്മാൻ അമിതഭാരം. ഓക്കെ, അത് പ്രതീക്ഷയുടെ അമിതഭാരം അല്ലാതെ അമിതഭാരമല്ല. നിങ്ങളിത് വെറുതെ ബോഡി ഷേമിംഗ് അല്ല, പ്രതീക്ഷയുടെ അമിതഭാരമാണ് ഉദ്ദേശിച്ചത്. പ്രതീക്ഷ നമ്മുടെ പ്രതീക്ഷ. ചേട്ടാ, അരക്കിലോ കുറച്ചേട്ടാ അങ്ങനെ കേൾക്കാതെ. സ്വാഭാവികം. എന്തായാലും ഇപ്പൊ റീയൂണിയൻ ആണല്ലോ, ഒരു പാട്ട്. Come on, if you know, you know. വീണ്ടും മിഴ്ച അന്തൊഴിച്ച് തേടി നടന്നൊരു തേനീച്ച. ഓൺ എ സീരിയസ് നോട്ട് ഒരു പാട്ട്. വന്നോ പെട്ടി വന്നോ? സ്വരപ്പെട്ടി വന്നോ ഗൈസ്? സ്വരപ്പെട്ടി അല്ലടാ, ശ്രുതിപ്പെട്ടി. അയ്യന്റെ മോനെ. ശാസ്ത്രീയമായും അല്ല, അതൊരു പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് ഒരാള് സ്വരപ്പെട്ടി എന്ന് പറയുന്നത് കേൾക്കുന്നത്. കാരണം അങ്ങനെ ഒരു പെട്ടിയില്ല. ബേസിലേട്ടാ പാട്, ബേസിലേട്ടാ. ചേടാ എടുക്ക് ലിറിക്ക്. നീ കേക്ക്. മിഴ്ച അങ്കൊഴിച്ചേ തൊഴച്ചേ ആൻഷി ചിരി കൊണ്ട് നിറച്ചേ ഉറച്ചേ മനസ്സിൽ ഉറച്ചൊരു ഘനയടി അനുരാഗം. നിജമാവാ സിനിമാവാ എനിക്മാവാ. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു? അത് കഴിഞ്ഞിട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങുന്നത് തേടി നടന്നൊരു തേനീച്ച. നീ പുലിയാണ് കേട്ടാ. അപ്പൊ തേനീച്ചയുടെ സൗണ്ട് ഇടും. അതുണ്ട്. അപ്പൊ അതിടണേ, ഞാനത് പാടുമ്പോ 1 2 3 സ്റ്റെപ്പ്. തേടി നടന്നൊരു തേനീച്ച. അതെന്തോ പവർ ഷോട്ടായതുപോലെ ഉണ്ട്. പൊളിക്കണം നമുക്ക്. ഞാൻ പോകുന്നു. ബൈ ബൈ.